നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയാ മാനസ ഇങ്ങനൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായത്. എന്റെ കഷ്ടകാലത്തിന് ഞാനും കൂടി നിന്നുപോയി. എന്നിട്ട് ഇപ്പോഴും സൂര്യ എന്നെയാ കുറ്റപ്പെടുത്തുന്നേ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. നീ ഇത് ഇപ്പോഴും തെറ്റ് തന്നെയല്ലേ. ഇനി അതിന്റെ പേരിൽ എന്തു വന്നാലും നീ സമാധാനം പറഞ്ഞേ പറ്റൂ. ഒന്നും വരില്ല ദേവേട്ട. നിങ്ങൾ എല്ലാവരും കൂടി ഇതൊരു വലിയ വാർത്തയാക്കാതിരുന്നാ മതി. അല്ല, നീ ഇത് എത്ര നാളെന്ന് വെച്ചാൽ ഒളിച്ചു വെക്കാനിരുന്നേ? അതുകൂടി പറ. എത്രത്തോളം രഹസ്യമാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം രഹസ്യമായിട്ട് തന്നെ വെക്കാം. വേണ്ടി വന്ന വല്ല റിസോർട്ടിലും പോയി ഞങ്ങൾ രഹസ്യമായിട്ട് താമസിക്കും. പറയാൻ എളുപ്പമാ ജയേ, പക്ഷേ ചെയ്യാനാ പ്രയാസം. ഇപ്പൊ തന്നെ ഇതൊക്കെ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ആർക്കറിയാം? ദേവേട്ടനായിട്ട് ആരോടും പറയാതിരുന്നാ മതി. പിന്നെ എനിക്കതല്ലേ ജോലി. ആദ്യം തന്നെ നീ നിന്റെ നാവും പ്രവൃത്തിയൊക്കെ ശരിയാക്കാൻ നോക്ക്. ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കുമെന്നാ ഇനിയുള്ള എന്റെ ചിന്ത. മാനസിയുടെ ജീവിതം വെച്ചാ നീ കളിക്കുന്നേ. അവക്കും അവളുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കില്ല. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം, എന്താ നിന്റെ മനസ്സില്? അവസാനം മാനസിയെ നമ്മുടെ മോന്റെ തലയിലേക്ക് നീ കൊണ്ടിടുവോ? ദേവേട്ടാ, ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യ ദേവേട്ടൻ ഇപ്പൊ പറയുന്നത്. മാനസ മോൾ ഇത് കേക്കണ്ട. ഇല്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരിക്കല് മാനസയെ സൂര്യക്ക് വേണ്ടി നീ അണിയിച്ചൊരുക്കി കതിർമണ്ഡപം വരെ എത്തിച്ചതല്ലേ? എന്തോ ദേവേട്ടാ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതൊന്നും ദേവേട്ട ഓർമ്മിപ്പിക്കരുത്. ഇവിടെ ഭാവന മാനസ മോളെയും കൊണ്ട് പോയിട്ട് കാണാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ ഓരോ സംശയവുമായി വരുന്നത്. ഭാവന അവളുടെ വീട്ടിലേക്കല്ലേ മാനസയെ കൊണ്ടുപോയിരിക്കുന്നേ? അവരിങ്ങോട്ട് വന്നോളൂ. ഭാവന അവിടെ നിന്നാലും കുഴപ്പമില്ല, മാനസ മോളെ ഇങ്ങോട്ട് അയച്ചാൽ മതിയായിരുന്നു. ഇത് തന്നെ ഞാൻ ചോദിച്ചേ, എന്താ എന്റെ ഉദ്ദേശം? ഞാൻ എന്ത് പറയുന്നു നോക്കിയിരിക്കാ ദേവേട്ടൻ, അതിലെ പിഴവ് കണ്ടുപിടിക്കാൻ. ആന്റി, മോളെ മോളെ വാ. സോറി ആന്റി, സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. അത് സാരമില്ല, നിന്റെ കൂടെ ഇവള് വന്നത്. എന്റെ ഈശ്വരാ, ഇവക്ക് എങ്ങനെ പറ്റുന്നെങ്ങനെ അഭിനയിക്കാനായിട്ട്. മോളെന്തെങ്കിലും കഴിച്ചോ? ഇല്ല, വിശപ്പില്ല. ഭാവനെ, വീട്ടിലാർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അങ്കിൾ, ആദ്യം കുറച്ച് പരിഭവമൊക്കെ കാണിച്ചു, പിന്നെ അത് മാറി. മാറിയതല്ല അങ്കിൾ, ഭാവന പലതും പറഞ്ഞു മാറ്റിയതാ. അല്ലാതെ ഇവളെ കുറ്റപ്പെടുത്താൻ ഞാൻ വിട്ടുകൊടുക്കും അങ്കിൾ. അക്കാര്യത്തിലൊക്കെ ഭാവന മിടിക്കുക, ഒപ്പം നിൽക്കുന്നവരെ കൈവിടില്ല. അതെ, നിങ്ങളെ കാണാതെ ഇവിടെ കിടന്ന് ജയ കയറ് പൊട്ടിക്കുമ്പോഴാ നിങ്ങളുടെ വരവ്. ചുമ്മാതാ ഭാവന, കാണാത്തതുകൊണ്ട് അന്വേഷിച്ചെന്നേ ഉള്ളൂ. സൂര്യ പറഞ്ഞിരുന്നു ആന്റി വിളിച്ചിരുന്നു. അങ്കിളെ, ഇപ്പൊ മാനസയെ ആന്റി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാ വേണ്ടത്. അല്ല, സേതു എന്ന് പറഞ്ഞു. സാധാരണ അവനാണല്ലോ ഇതിനൊക്കെ നെഗറ്റീവായിട്ട് നിൽക്കാറുള്ളത്. സേതുവേട്ടൻ ആദ്യം ഇഷ്ടപ്പെട്ടില്ല അങ്കിളെ, പക്ഷെ ഭാവന പറയാനുള്ളത് നിവർന്നു എന്ന് തന്നെ പറഞ്ഞു. അതോടെ എല്ലാവരും ഫ്ലാറ്റായി. അങ്കിള് നോക്കിക്കോ, എത്രയും വേഗം സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞ് ഓടി നടക്കും. മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ. ആന്റിയുടെ സന്തോഷത്തിന് വേണ്ടിയാ മാനസ ഇങ്ങനൊരു ത്യാഗത്തിന് ഇറങ്ങിയത്. ഞങ്ങൾക്കും ഇപ്പൊ അതിലൊരു പ്രതീക്ഷയുണ്ട്. ഭാവന, ധൈര്യമായിട്ടിരിക്കെ. നല്ല ഐശ്വര്യമുള്ളൊരു കുഞ്ഞ് എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. മോളെ വാ, എന്തേലും കഴിക്കാം. നമ്മളാരും കരുതുന്ന പോലെ അല്ല മായ പലരും. സ്വന്തം അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് ഇത്രയും വലിയൊരു പ്രായച്ചിത്തം ആരെങ്കിലും ചെയ്യൂ?
അത് ശരിയമ്മേ. സ്വന്തം ജീവിതം തന്നെയാ അവൾ ഭാവനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. നാളെ ഇനി അവൾക്കൊരു ജീവിതം കിട്ടുമോ? ഇതന്നെയാ എന്റെയും ചിന്ത. ഒരിക്കലും ആ മോളൊരു ബാധ്യതയാകാനൊന്നും നിൽക്കില്ല. ഇപ്പൊ തന്നെ ആ കുട്ടി അവിടുന്ന് പോകാൻ നോക്കിയതല്ലേ. ഇനിയെങ്കിലും ദൈവമേ ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം നടന്നാ മതിയായിരുന്നു. ഇവിടെ ഓരോന്നിരുന്ന് ആലോചിക്കുമ്പോൾ ഒരെത്തും പിടികിട്ടത്തില്ല. ഇനി അഥവാ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും മാനസയുടെ അച്ഛനും അമ്മയായിരിക്കും വരുന്നേ, വേറെ ആരും വരത്തില്ല അമ്മേ. അവരിനി ആ വീടിന്റെ പടി കടക്കില്ല മായേ. അത്ര വലിയ ദ്രോഹ അവറ്റകൾ നമ്മളോട് ചെയ്തത്. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല അമ്മേ. എത്രയായാലും സ്വന്തം മക്കളല്ലാതെ വരില്ലല്ലോ. ഗായത്രി, ഏട്ടനാ ഇരിക്കും. എന്താ ഗായത്രി ഞങ്ങളീ കേട്ടത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കണ്ട, മാനസയുടെ കാര്യം തന്നെയാ. സേതു വിളിച്ച് എല്ലാം പറഞ്ഞു ഗായത്രി. ഇപ്പൊ എങ്ങനെയുണ്ട്? പന്തിപ്പോ ജയനിർമ്മലയുടെ കയ്യിലായില്ലേ? ഏട്ടത്തി, നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ അവിടെ നടന്നേക്കുന്നത്. അതെ, ഞങ്ങളും ഈ കാര്യം തന്നെയാ പറഞ്ഞോണ്ട് വന്നത്. മാനസയെ കൊണ്ട് ഇങ്ങനെ ഒരു ഭാരിച്ച കാര്യം ചെയ്യിക്കേണ്ട വല്ല കാര്യവും ജയനിർമ്മലയ്ക്കുണ്ടോ? അല്ലെങ്കിൽ തന്നെ 4 ആളുടെ മുമ്പിൽ ഈ വിഷയം നമുക്ക് എങ്ങനെ അഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റും? ഗായത്രി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊന്നും നമ്മളാരും മുൻകൂട്ടി അറിഞ്ഞില്ലല്ലോ മാമ. അറിഞ്ഞെങ്കിൽ ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. അത് ജയനിർമ്മലയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ സൂര്യയോടും ഭാവനയോടും പോലും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തത്. മറിക്ക്, ആരെങ്കിലും കേസ് കൊടുത്ത പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? സൂര്യൻ ഭാവനയും കസ്റ്റഡിയിലെടുക്കും.